Morning. നമ്മളെ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസസ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പേജ് നമ്പർ പറഞ്ഞു കൊടുക്കാം. നമ്മൾ 4th മൊഡ്യൂളിലെ 5th ചാപ്റ്റർ ആണ് എടുക്കുന്നത്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. അത് നമ്മൾ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസസ് വരെയാണ് എടുത്ത് നിർത്തിയത്. ഇനി നെക്സ്റ്റ് ആണ് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. When handling gas cylinders, use a cylinder trolley. എന്താണ് നമ്മള് ഈ സിലിണ്ടേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെ, ഈ ട്രോളി യൂസ് ചെയ്തുകൊണ്ട് ആവണം ഈ സിലിണ്ടേഴ്സ് നമ്മൾ കൊണ്ടുപോവാനായിട്ട്. ട്രോളികൾ, സിലിണ്ടേഴ്സിന്റെ ട്രോളി ഉണ്ടാവും. ആ ട്രോളി യൂസ് ചെയ്തിട്ട് വേണം നമ്മള് സിലിണ്ടർ കൊണ്ടുപോവാനായിട്ട്. അല്ലാണ്ട് നമ്മൾ താഴെ ഉരുട്ടിയിട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതുകൊണ്ടാണ് എന്താണ് ട്രോളി യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സിലിണ്ടേഴ്സ് കൊണ്ടുപോകാൻ. യൂസ് ആപ്റ്റ് പ്രൊട്ടക്റ്റീവ് വാൽവ്സ് ക്യാപ്പ് ആൻഡ് കവേഴ്സ് ടു സിലിണ്ടേഴ്സ് ബിഫോർ ട്രാൻസ്പോർട്ടിങ്. അതുപോലെ തന്നെ എന്താണ് നമ്മള് ഈ സിലിണ്ടേഴ്സിൽ എന്ത് ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്പ് ഉണ്ടാവൂലേ, അത് യൂസ് ചെയ്യുക. അത് കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാൽവിന്റെ ക്യാപ്പ് നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മള് കവേഴ്സ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം സിലിണ്ടേഴ്സ് കൊണ്ടുപോകാനായിട്ട്. ഷിഫ്റ്റ് സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്പ്. ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദ ക്യാപ്പ്. ഓക്കെ, അപ്പൊ എന്താണ് സിലിണ്ടേഴ്സ് വാൽവ് ക്യാപ്പ് ഇട്ടിട്ട് വേണം ഈ സിലിണ്ടേഴ്സ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ക്യാപ്പ് പിടിച്ച് ഒരിക്കലും പൊക്കരുത് നമ്മള്. ഓക്കെ, ക്യാപ്പ് പിടിച്ചിട്ട് ഒരിക്കലും അത് പൊക്കരുത്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് ദ റെഗുലേറ്റർ അറ്റാച്ച്ഡ്. അതുപോലെ തന്നെ എന്താണ് ഈ റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മളത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. സിലിണ്ടേഴ്സ് മസ്റ്റ് ബി fastened safely in upright position storage. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറേജ് ചെയ്യുമ്പോൾ അത് ലംബമായിട്ട് വേണം. ഓക്കെ, കുത്തനെ അല്ലെങ്കിൽ ലംബമായിട്ട് വേണം ആ സിലിണ്ടേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട്. ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. പർച്ചേസ് ഓൺലി റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്യാസ് ടു കവർ ഷോർട്ട് ടേം നീഡ്. ഇവിടെ പറയുന്നത് എന്താണ്, ഈ സിലിണ്ടേഴ്സ് ഷുഡ് നോട്ട് സ്റ്റോർ ദ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് അത് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. സിലിണ്ടേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുക, ഒരു ഷോർട്ട് പീരീഡിലേക്ക് നമ്മൾ യൂസ് ചെയ്ത് തീർക്കേണ്ടതാണ്. ഇനി എന്താ, പ്രോപ്പർലി സെക്യൂർ ദ സിലിണ്ടേഴ്സ് അറ്റ് ഓൾ ടൈംസ്, സ്ട്രാപ്സ്, ബെൽറ്റ്സ് ആൻഡ് ചെയിൻസ്. അതുപോലെ തന്നെ ഈ എന്താണ് സിലിണ്ടേഴ്സ് വെക്കുന്ന ആ ടൈമില് സ്ട്രാപ്പോ ബെൽറ്റോ അതുപോലെ തന്നെ ചെയിൻസോ ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സ്ട്രാപ്സ്, ബെൽറ്റ്സ്, ചെയിൻസ്. ഇനി സ്റ്റോർ ഗ്യാസ് സിലിണ്ടേഴ്സ് ഇൻ കൂൾ, ഡ്രൈ, വെൽ വെന്റിലേറ്റഡ് ഏരിയ away from unsuitable materials and ignition source. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിലിണ്ടേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഉള്ളില്. അതുപോലെ തന്നെ ഈ വെന്റിലേഷൻസ് ഒക്കെ ഉള്ള ഏരിയാസിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽസ്, ഈ പല അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഈ ജ്വലിച്ചു നിൽക്കുന്ന എന്തെങ്കിലും സോഴ്സ് ഉള്ള സ്ഥലത്തോ ഒന്നും നമ്മൾ ഈ സിലിണ്ടേഴ്സ് കൊണ്ടുപോയിട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. ഗ്യാസ് സിലിണ്ടേഴ്സ്
should be stored away from source ignition or flammable materials or oxygen cylinders. അതുപോലെ തന്നെ എന്താണ് ജ്വലിച്ചു നിൽക്കുന്നിടത്തോ അല്ലെങ്കിൽ തീയുള്ള മെറ്റീരിയൽസിന്റെ അടുത്തോ അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടേഴ്സിന്റെ അടുത്തൊക്കെ നമ്മൾ ഇത് വെക്കാനായിട്ട് സിലിണ്ടേഴ്സ് വെക്കാനായിട്ട് ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനായിട്ട് പാടില്ല. When not in use, stored gas cylinders safely and should be properly restrained. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മള് എന്താണ് കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് നമുക്ക് സ്റ്റോർ ചെയ്യാം. സിലിണ്ടേഴ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിങ്ങിന്റെ കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. വായിച്ചു നോക്കിയേ. Okay, next നോക്കാം. സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ്. റെഗുലേറ്ററിന്റെ യൂസസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. A regulator is a device that accepts gas at high pressure and lessens it to a much lower working pressure. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസസ് ആണ് അല്ലെ, ഒരു ഡിവൈസസ് ആണ്. എന്താണ് ഹൈ പ്രഷർ ഉള്ള ഗ്യാസിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം അതിനെ ലോവർ വർക്കിംഗ് പ്രഷറിലേക്ക് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഡിവൈസസ്, അതിനെയാണ് നമ്മൾ ഈ റെഗുലേറ്റർ എന്ന് പറയുന്നത്. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസസ് ആണ്. ഇത് ഡിവൈസസ് ആണെന്ന് പറയുന്നത് ഹൈ പ്രഷറിലുള്ള ഗ്യാസസിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനുശേഷം അതിനെ ലോവർ വർക്കിംഗ് പ്രഷറിലേക്ക് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഡിവൈസസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. റെഗുലേറ്റർ ആർ ഗ്യാസ് എന്നാണ് കേട്ടോ അവിടെ. ഗ്യാസ് സ്പെസിഫിക് ensure it to use the proper regulator for the gas tank in the cylinders. അതായത് ഒരു റെഗുലേറ്റർ, ഓരോ റെഗുലേറ്ററിനും ഓരോ ഗ്യാസ് അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഒരു ഗ്യാസിന് അനുസരിച്ചുള്ള ശരിയായ റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുക നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഓരോ റെഗുലേറ്റേഴ്സിനും വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഗ്യാസ് അനുസരിച്ചിട്ട് അത് വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നത്. ഓരോ റെഗുലേറ്റേഴ്സും ഓരോ ഗ്യാസിനനുസരിച്ചിട്ട് അത് വ്യത്യസ്തമായിരിക്കും. ഓക്സിജൻ വേറെ ആയിരിക്കും, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ പലതരത്തിലുള്ള ഗ്യാസസുകളെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, ഓരോ റെഗുലേറ്റേഴ്സും ഓരോ ഗ്യാസിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. അപ്പൊ ആ ഗ്യാസിനനുസരിച്ചുള്ള ശരിയായ റെഗുലേറ്റേഴ്സിന് യൂസ് എപ്പോഴും ശ്രദ്ധിക്കുകയും അത് ഉറപ്പുവരുത്തുകയും വേണം. കറക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് ആണോ, ഓക്സിജന് കറക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കണം. Before attaching the regulator to a cylinder, always check the regulator. If the connections do not fit together rightly, the wrong regulator is being used. അതായത് ഇപ്പൊ ഓരോ സിലിണ്ടറിലേക്ക് റെഗുലേറ്റേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.
റെഗുലേറ്റേഴ്സും സിലിണ്ടേഴ്സും തമ്മിൽ പ്രോപ്പർ ആയിട്ട് കണക്ട് ആവുന്നില്ല എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? റോങ് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെതായിട്ടുള്ള റെഗുലേറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മളിത് കണക്ട് ആകുന്നില്ല എങ്കിൽ അത് റോങ് ആയിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ളത് മാറ്റി നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെന്താ? Before the regulator is removed from a cylinder, close the cylinder and release all pressure from the regulator. അതായത് സിലിണ്ടറിൽ നിന്നും റെഗുലേറ്റേഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടറിന്റെ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യുകയും അതുപോലെ തന്നെ റെഗുലേറ്റേഴ്സിന്റെ പ്രഷർ റിലീസ് ചെയ്യുകയും വേണം. Regulators shall be removed from the cylinder during the transport. അല്ലെ, ഈ സിലിണ്ടേഴ്സ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ ടൈമിൽ എന്താണ്, സിലിണ്ടറിൽ നിന്നും റെഗുലേറ്റേഴ്സ് റിമൂവ് ചെയ്തിട്ട് വേണം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഡിവൈസസ് ആണ്. എങ്ങനെയുള്ള ഡിവൈസസ് ആണ് പറയുന്നത്? ഹൈ പ്രഷറിലേക്കുള്ള ഗ്യാസിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം ലോവർ വർക്കിംഗ് പ്രഷറിലേക്ക് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഡിവൈസസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഓരോ റെഗുലേറ്റേഴ്സിനും ഓരോ ഗ്യാസ് അനുസരിച്ച് വ്യത്യാസമായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഓരോ ഗ്യാസ് അനുസരിച്ചുള്ള ശരിയായ രീതിയിലുള്ള റെഗുലേറ്റേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? സിലിണ്ടേഴ്സിലേക്ക് റെഗുലേറ്റേഴ്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. കാരണം റെഗുലേറ്റേഴ്സും സിലിണ്ടേഴ്സും തമ്മിൽ പ്രോപ്പർ ആയിട്ട് കണക്ട് ആവുന്നില്ല എങ്കിൽ എന്താണ്, റോങ് റെഗുലേറ്റേഴ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതനുസരിച്ച് അത് മാറ്റി കറക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് വേണം നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ സിലിണ്ടേഴ്സിൽ നിന്ന് റെഗുലേറ്റേഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടേഴ്സിന്റെ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യണം. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നില്ലേ, അതൊന്നും വെച്ച് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. സിലിണ്ടേഴ്സിന്റെ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ റെഗുലേറ്റേഴ്സിന്റെ പ്രഷർ നമ്മൾ റിലീസ് ചെയ്യുകയും വേണം. പിന്നെ എന്താ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്? സിലിണ്ടേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ ടൈമിൽ ഈ സിലിണ്ടേഴ്സിൽ നിന്നും റെഗുലേറ്റേഴ്സ് റിമൂവ് ചെയ്യുകയും എന്നിട്ട് വേണം സിലിണ്ടേഴ്സ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ. അയച്ചു നോക്കാം കേട്ടോ.
പറയാട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, be dressed in proper personal protective equipment, PPE. Okay, underline here, personal protective equipment. When performing lab operations tasks that involves the compressed gas, long-sleeved lab coat, long pants, covered shoes, safety glasses and gloves. അപ്പൊ എന്താണ് ഈ ഗ്യാസസുമായിട്ട് ഈ PPE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. അത് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ ധരിച്ചിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെ അതിന്റെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കംപ്രസ്ഡ് ഗ്യാസസ് യൂസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നാം എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ധരിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കിയേ, ഇൻവോൾവ്സ് കംപ്രസ്ഡ് ഗ്യാസസ്, ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട് ഇടുക, അതുപോലെ തന്നെ ലോങ് പാന്റുകൾ ധരിക്കണം, കവേർഡ് ഷൂസ് അല്ലെ, കാല് കവർ ചെയ്തിരിക്കുന്ന ഷൂസുകള്, അതുപോലെ തന്നെ എന്താണ് സേഫ്റ്റി ഗ്ലൗസസുകള്, ഗ്ലാസസുകള്, ഇതൊക്കെ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് അതിനെ പറയുന്നതാണ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമ്മൾ കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉപകരണങ്ങളാണ് ധരിക്കേണ്ടത് എന്നുള്ളതാണ് PPE എന്ന് പറയുന്നത്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അതിൽ വരുന്നതാണ് ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട്, ലോങ് പാന്റ്സ്, കവേർഡ് ഷൂസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ ഏതൊക്കെയാണ് എക്യുപ്മെന്റ്സുകൾ എന്നും അതുപോലെ തന്നെ PPEയുടെ ഫുൾ ഫോമും അണ്ടർലൈൻ ചെയ്ത് വെക്കും. ഇനി നെക്സ്റ്റ് ആണ് ഇത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ്. ഇത് രണ്ട് ഡ്യൂട്ടീസുകൾ, രണ്ടുപേരുടെ ഡ്യൂട്ടീസുകൾ ഇവിടെ പറയുന്നുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സും അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. നമ്മൾ പഠിച്ചില്ലേ, ഒരു സോഴ്സ് റൂം ഉണ്ട്, അവിടെ നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേറ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സൂപ്പർവൈസറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. നമുക്ക് രണ്ടുപേരുടെ ഡ്യൂട്ടീസ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്ക് നോക്കാം. ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആർ 2. സൂപ്പർവൈസറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? മേക്ക് ഷുവർ ദാറ്റ് സ്റ്റാഫ് ഇൻ ദെയർ ചാർജ് receive appropriate training specific to the compressed gas they handle and use. എന്താണ്, പലതരത്തിലുള്ള ഗ്യാസസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഗ്യാസുകൾ പലതരത്തിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്നതിന്റെയും ഹാൻഡിൽ ചെയ്യുന്നതിന്റെയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അനുസരിച്ച് അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകൾക്ക് അനുസരിച്ചിട്ടാണോ അവരവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ആരാണ് ചെയ്യേണ്ടത്? സൂപ്പർവൈസർ ആണ് ചെയ്യേണ്ടത്. ഇതാണ് പലതരത്തിലുള്ള ഗ്യാസസുകൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗ്യാസസുകൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ടാണോ അവിടുത്തെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആര് നോക്കേണ്ടതാണ്? സൂപ്പർവൈസർ അത് ഉറപ്പുവരുത്തേണ്ടതാണ്. മേക്ക് ഷുവർ ദാറ്റ് കംപ്രസ്ഡ് ഗ്യാസസ് ആർ used only for their intentional purpose and in accordance with the defined procedures and rules. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസുകൾ പലതരം ഉദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു
പ്രത്യേക തരം ഉദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പലതരങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക തരത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ആ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊസീജിയേഴ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ റൂൾസുകൾ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് ആ പ്രൊസീജിയറും റൂൾസും അനുസരിച്ചിട്ടാണോ അവിടെ നോക്കുന്നത് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് SDS നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സേഫ്റ്റി ഡാറ്റ ഷീറ്റ്സ് ദാറ്റ് ഈസ് അപ്ലിക്കബിൾ എമർജൻസി റെസ്പോൺസ് പ്ലാൻ ERP അണ്ടർലൈൻ ചെയ്യാട്ടോ. SDS-ഉം ERP-യും അണ്ടർലൈൻ ചെയ്യാം. And other relevant literature is made quickly available to staff. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ERP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എമർജൻസി റെസ്പോൺസ് പ്ലാൻ എന്നുള്ളത് കേട്ടോ. അപ്പോ എന്തെങ്കിലും ഇപ്പോ എമർജൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് എങ്ങനെ എമർജൻസി ആയിട്ട് പ്രതികരിക്കാൻ കഴിയും എന്നുള്ളതാണ് ERP എന്ന് പറയുന്നത്. അപ്പൊ ERP അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്റ്റാഫുകൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കണം. എമർജൻസി റെസ്പോൺസ് പ്ലാൻ ആണ്. അത് എന്താണ്, എവിടെയെങ്കിലും എന്തെങ്കിലും എമർജൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ എമർജൻസിയോട് പ്രതികരിക്കണം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്, എമർജൻസി റെസ്പോൺസ് പ്ലാനിൽ വരുന്നത്. അപ്പൊ ആ പ്ലാൻ അനുസരിച്ച് സ്റ്റാഫുകൾക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ആ ERP പ്ലാൻ അല്ലെ, ERP അത് ലഭ്യമാക്കി അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും എമർജൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഇനി അതുപോലെ തന്നെ എന്താണ്, പ്രൊവൈഡ് സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE. എന്താണ്, എല്ലാവർക്കും എല്ലാ സ്റ്റാഫുകൾക്കായാലും വിസിറ്റേഴ്സിനായാലും എന്ത് പ്രൊവൈഡ് ചെയ്യണം, PPE. എന്താണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. പല സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ പല വിസിറ്റേഴ്സ് വരുമ്പോൾ നോക്കാനായിട്ടും അതെങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കാനായിട്ടും ഉള്ള വിസിറ്റേഴ്സ് വരും അല്ലെ. അപ്പൊ അവർക്ക് അപകടങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇനി എന്താ, പ്രൊവൈഡ് ആപ്റ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് എന്നാക്കണം കേട്ടോ. അവിടെ സ്റ്റേക്ക് ഉണ്ടോ, സ്റ്റാഫ്. അഞ്ചാമത്തെ പോയിന്റില് പ്രൊവൈഡ് ആപ്റ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. സ്റ്റാൾ എന്നാണ് അവിടെ കിടക്കുന്നത്, അത് സ്റ്റാഫ് എന്നാക്കാം. ഓക്കെ, കറക്റ്റ് ആണോ ടെക്സ്റ്റ് ബുക്കില്? കറക്റ്റ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, അല്ല അത് കറക്റ്റ് ആക്കണേ. പ്രൊവൈഡ് ആപ്റ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ്, ensure staff and visitors adhere to applicable occupational health and safety regulations for the use of compressed gases. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ റെഗുലേഷൻസിനും അതുപോലെ തന്നെ അവിടെ വരുന്ന സ്റ്റാഫിനായാലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും വിസിറ്റേഴ്സിനായാലും ഒക്യുപേഷണൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് മുതലായ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ എന്താണ്, ഇൻവെസ്റ്റിഗേറ്റർ റിപ്പോർട്ടഡ് ഇൻസിഡന്റ് ടു determine the cause and to develop act preventive measures to lessen the reoccurrence. Okay, എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കംപ്രൈസ്ഡ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടങ്ങൾ, എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്താം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പരിശോധനകൾ നമ്മൾ നടത്തുന്നത്, പരിശോധനയിലൂടെ എങ്ങനെയാണ് ആ അപകടം ഉണ്ടായത് അല്ലെങ്കിൽ അതിന്റെ കാരണം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അതിനെതിരെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും.
അപ്പൊ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുന്നത് മൂലം ഇനിയും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത് തടയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Keep records relating to handling and the use of compressed gases that includes an up-to-date inventory, training records and records incident. അതുപോലെ തന്നെ എന്താണ് എല്ലാ റെക്കോർഡ്സും കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാം, യൂസ് ചെയ്യാം അല്ലെ. എന്തൊക്കെയാണ് ആ റെക്കോർഡ്സിൽ കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് up-to-date ഇൻവെന്ററിയുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ട്രെയിനിങ് റെക്കോർഡ്സ് ഉണ്ട്, റിപ്പോർട്ട് ഇൻസിഡൻസ് ഉണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ആരുടെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്? സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. വായിച്ചു നോക്കിയേ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസർ കേട്ടോ. Okay, വായിച്ചു കഴിഞ്ഞോ?
Next, duties of a manifold operator. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം in the morning, he will make sure that all the cylinders in the manifold room are okay. Manifold room എന്ന് പറഞ്ഞാൽ സോഴ്സ് റൂമിലെ അതിനെയാണ് നമ്മൾ manifold room എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് അദ്ദേഹം വന്നാൽ മോർണിംഗിൽ തന്നെ നോക്കേണ്ടത് എന്താണ്? ആ manifold റൂമിലെ സിലിണ്ടേഴ്സ് ഒക്കെ ഓക്കെ ആണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സിലിണ്ടേഴ്സ് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. He will open the number of the cylinders to ensure the correct pressure in the pipeline. ആവശ്യമായിട്ടുള്ള സിലിണ്ടേഴ്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്താണ് ഡിഫറെന്റ് ഗ്യാസസുകൾ ഉള്ള സിലിണ്ടേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഏതൊക്കെയാണോ ആവശ്യമായിട്ട് വരുന്നത് ആ സിലിണ്ടേഴ്സ് മാത്രം ഓപ്പൺ ചെയ്യുന്നു. അതിലൂടെ പൈപ്പ് ലൈനിലെ പ്രഷർ ഉറപ്പാക്കി നിലനിർത്തുന്നു. ഇനി എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പിന്നെന്താ, he will be using cylinders from one side of the manifold cylinders back. Okay, right side and left side എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിലും എന്താണ് ഒരു സിലിണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. ഒരു സിലിണ്ടർ അതുപോലെ തന്നെ തീർന്നു കഴിഞ്ഞാൽ ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് ഈ സോഴ്സ് റൂമിലെ സെറ്റ് ഓഫ് 4 അല്ലെങ്കിൽ 6 സെറ്റ് ഓഫ് സിലിണ്ടേഴ്സ് ആണ് ഒരു ടൈം വെക്കുന്നത്. ഇനി അതിന്റെ ബാക്കപ്പില് ഇതുപോലെ തന്നെ 4 അല്ലെങ്കിൽ 6 സെറ്റ് ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ടാവും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കാനായിട്ട്. ഓക്കെ, അപ്പോ എന്താണ്, റൈറ്റ് സൈഡിലും ഉണ്ടാവും ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്, റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ, the cylinders of the other side should be dispatched as soon as all the cylinders of that bank are empty. ഒരു സിലിണ്ടറിലെ ഒരു സൈഡിലെ സിലിണ്ടേഴ്സ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡിൽ ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. ഒരു സൈഡിലെ സിലിണ്ടേഴ്സ് തീർന്നു പോയി കഴിഞ്ഞാൽ അടുത്ത സൈഡിലെ സിലിണ്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അയാൾ കറക്റ്റ് ആയിട്ട്, ആരാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ, കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി എന്താണ്, he will check all cylinders for leakage using soft water mixer. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, സിലിണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓക്കെ നമ്മുടെ എന്താണ് സിലിണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മെയിൻ്റെനൻസ് വർക്കോ അങ്ങനെ വല്ല ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലുമൊക്കെ എന്താണ് മെയിൻ്റെനൻസ് വർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മാനിഫോൾഡ് റൂമിൽ തന്നെ സൂക്ഷിക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, okay, അത് അടുത്തതാണ് കേട്ടോ. He will maintain the stock of need instruments with him in the manifold room. ഇപ്പൊ എന്തെങ്കിലും എന്താണ് മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും റിപ്പയർസോ മെയിൻ്റെനൻസ് വർക്കുകളോ ഒക്കെ സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ മാനിഫോൾഡ് റൂമിൽ തന്നെ സൂക്ഷിക്കാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ 5ാമത്തെ പോയിന്റ് പറഞ്ഞില്ല, എന്താണ്, he will check all cylinders for leakage using soap water mixer. ഈ എന്താണ്, ഈ സോപ്പ് വാട്ടർ മിക്സർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സിലിണ്ടേഴ്സിന് ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കും. ഇപ്പൊ എന്താ, ഈ നമ്മളെ ബൈക്കിന്റെ ഒക്കെ ട്യൂബ് എന്താ ടയറുകളൊക്കെ ഇതാവില്ലേ, പഞ്ചറാവില്ലേ, അപ്പൊ അവര് ഇങ്ങനെയുള്ള ഈ സോപ്പ് വാട്ടർ മിക്സ് ഉപയോഗിച്ചിട്ടാണ് നോക്കുന്നത് എവിടെയാണ് ഇതിന്റെ തുള്ളത്. ഈ സോപ്പ് വാട്ടർ മിക്സ് ഉപയോഗിച്ചിട്ടാണ് നോക്കുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാണ് ലീക്കേജ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് സിലിണ്ടേഴ്സിനും എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് വാട്ടർ മിക്സർ ഉപയോഗിച്ചിട്ട് നമ്മൾ എവിടെയാണ് ലീക്കേജ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതാണ്. 6ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, സിലിണ്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കോ റിപ്പയർസ് വർക്കുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഈ ഇതാണ്
മാനിഫോൾഡ് റൂമിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്ത് അതിന്റെ മീൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. After checking the many room, he has to take around of the hospital to see all the outlet by him and to find out its exact functioning from staff appointed there. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ പറ്റുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇദ്ദേഹം ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്ന് ചുറ്റി ഒന്ന് നടന്നൊരു അവലോകനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും റൂമിലോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റിലോ എന്താണ് പ്രവർത്തിക്കുന്നുണ്ടോ, ഔട്ട്ലെറ്റ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ഏതെങ്കിലും റൂമിലൊക്കെ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ, അത് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ വാർഡിലായാലും റൂമിലായാലും കറക്റ്റ് ആയിട്ട് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇപ്പൊ വാർഡിനായാലും ഇൻചാർജ് ഉണ്ടാവും, അവിടുത്തെ നഴ്സുമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. റൂമിലായാലും അല്ലെങ്കിൽ ആ പോർഷനിലായാലും ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഫ്ലോർ ഉണ്ടാവും അല്ലെ, അപ്പൊ അങ്ങനെ ആ ഫ്ലോറുകളിലെ ഇൻചാർജുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വാർഡിലായാലും ഇൻചാർജുകൾ ഉണ്ടാവും. അപ്പൊ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാം, എന്താണ്, ഹി വിൽ റിപ്പയർ ഓർ അറേഞ്ച് to repair any deficiency in the outlet or in the pipeline that include main manifold room. എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റോ പൈപ്പ്ലൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തകരാറുകൾ, എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തകരാറുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും റിപ്പയേഴ്സുകളോ എന്തെങ്കിലും തകരാറുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ റിപ്പയേഴ്സ് ചെയ്യുമ്പോൾ റിപ്പയേഴ്സ് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കണം. ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റിപ്പയേഴ്സ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഇനി നെക്സ്റ്റ്, he will place order for refilling of the cylinders in consultation with the authorized officer. അതായത് ഇപ്പോ സിലിണ്ടേഴ്സ് എംറ്റി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സിലിണ്ടേഴ്സ് എംറ്റി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് റീഫിൽ ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കണം. ഓക്കെ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസർ ഉണ്ടാവും, ആ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റീഫിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഓർഡറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ എന്താ, he will also look after of the nitrous cylinders in the operations theater. If there is no central supply of this gas, he will also make sure that the supply of oxygen in the area without a central pipeline. അതായത് ഈ പൈപ്പ് ലൈൻ സംവിധാനത്തിലോ, ഇപ്പോ ചില ഹോസ്പിറ്റലുകൾ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ ഒന്നായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. ചില ഇപ്പോ ഓക്സിജൻ സിലിണ്ടേഴ്സ് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന, പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ സിലിണ്ടേഴ്സും കൂടി ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളത്. ഔട്ട്ലെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കൂടെയല്ല പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ. ഇപ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെയുള്ള ഔട്ട്ലെറ്റിലൂടെ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയൊക്കെയാണ് നമുക്ക് ഓരോ ഗ്യാസസുകളും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്ത ഹോസ്പിറ്റലുകളും ഇപ്പോഴും ഉണ്ട്. അപ്പൊ സിലിണ്ടേഴ്സ് വെച്ചിട്ടായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്, പേഷ്യൻസിന് ഓരോ കാര്യങ്ങളും ഗ്യാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ സിലിണ്ടേഴ്സ് കൂടി കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഇനി എന്താ, he will also help operation physician, operation theater technician in the maintenance of the ബോയിൽസ് മിഷൻ. ബോയിൽസ് മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനസ്തേഷ്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസുകൾ ഉണ്ടാവില്ലേ, ആ ഗ്യാസുകൾ വളരെ കൺട്രോൾഡ് അളവിൽ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ബോയിൽസ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അനസ്തേഷ്യക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസസുകള് വളരെ കൺട്രോൾഡ് അളവില് പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിഷനാണ് പോയിസ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോ ആ മിഷൻ, അത്തരത്തിലുള്ള ആ മിഷന്റെ മെയിൻ്റെനൻസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നീഷ്യൻസിനെ ഇദ്ദേഹം സഹായിക്കണം എന്നാണ് പറയുന്നത്. ഈ മിഷൻ എന്തെങ്കിലും കംപ്ലൈന്റോ മെയിൻ്റെനൻസ് വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പയർസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം കൂടി ആ ടെക്നീഷ്യനെ സഹായിക്കാനായിട്ട് തയ്യാറാവണം. അതുപോലെ തന്നെ ആൾട്ടറിംഗ് ദ വാൾസ് സിലിണ്ടേഴ്സ് ഈസ് ഓൾസോ ഹിസ് ഡ്യൂട്ടി. അതുപോലെ തന്നെ വാർഡുകളിൽ സിലിണ്ടേഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീരുമ്പോൾ അത് മാറ്റി കൊടുക്കാനായിട്ട് തയ്യാറാവണം. ഇത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. മാറ്റി കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാനായിട്ട്, ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അത് ചെയ്യേണ്ടത് ഇദ്ദേഹമാണ്. ഇനി എന്താ, ഓൾ ദ മേജർ പ്രോബ്ലംസ് ആർ ടു ബി ടു ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂൺ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വലിയ രീതിയിൽ മേജർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. ഉടൻ തന്നെ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ ആരെ അറിയിക്കണം? മാനിഫോൾഡ് ഓപ്പറേറ്റർ അറിയിക്കേണ്ടതാണ്. ഇത്തരം ഡ്യൂട്ടീസ് ആണ് എന്താണ് മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്. ഒരു 10-13 ഡ്യൂട്ടീസ് ഉണ്ട് കേട്ടോ. അയച്ചു നോക്കാം. ഇതോടുകൂടി നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വായിച്ചു നോക്കാം.
അയച്ചു കഴിഞ്ഞോ? നമ്മുടെ ഇതോട് കൂടിയിട്ട് അപ്പൊ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 5th ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ HIS ആണ് കേട്ടോ. 8th ചാപ്റ്റർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ, ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് പറയാം. HIS നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഓർമ്മയില്ല HIS എന്ന് പറഞ്ഞാല് പഠിച്ചതായിട്ട്? ഓക്കെ, HIS എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ്, എല്ലാ കാര്യങ്ങളും ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെയാണ്. അവിടുത്തെ എല്ലാ വർക്കും കാര്യങ്ങളായാലും പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതായാലും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഓരോ കാര്യങ്ങൾ, റിസൾട്ടുകൾ, റെക്കോർഡുകൾ എല്ലാം അതും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കാണ് അവർ എൻറ്റർ ചെയ്യുന്നത് അല്ലെ? ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പോ നമുക്ക് പേഷ്യൻസിന്റെ PHID, പേഷ്യൻസിന്റെ ഒരു ID ഉണ്ടാവും അല്ലെ? നമ്മൾ അത് രജിസ്റ്റർ ചെയ്യും. അപ്പൊ ഒരു കാർഡ് തരും, അതിനകത്ത് നമ്മുടെ നമ്പർ ഉണ്ടാവും. ഇല്ലേ അങ്ങനെയല്ലേ? അപ്പൊ ആ നമ്പർ വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കമ്പ്യൂട്ടർ സംവിധാനത്തില് പേഷ്യൻസിന്റെ പേര് എന്താണ്, വിവരങ്ങള്, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി, എന്തൊക്കെ രോഗങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഏതൊക്കെ ഡോക്ടറെയാണ് കാണുന്നത്, എത്ര വർഷമായിട്ട് ഇവിടെ കാണിക്കുന്ന ട്രീറ്റ്മെന്റിലാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസുകൾ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ നമ്പർ അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്താണ്, നമുക്കിപ്പോ പേഷ്യൻസിന് ബില്ല് അടയ്ക്കുന്നതായാലും ഇപ്പൊ എങ്ങനെയാണ് കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ ഓൺലൈനിലൂടെയാണ് ചെയ്യുന്നത് അല്ലെ? അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്, നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് അപ്പോയിന്റ്മെന്റ് ഏത് ടൈമില് ഏത് ഡോക്ടറെയാണ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളൊരു ജനറൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് HIS എന്ന് പറഞ്ഞാൽ. എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ സംവിധാനം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കും കേട്ടോ. അതിന്റെ ഓരോ കാര്യങ്ങളും മിസ് പറഞ്ഞു തരാം. ഇത്തിരി ലെങ്തി ചർച്ച ആണ്. നമ്മുടെ ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എടുത്തു തുടങ്ങിയോ? ഇത് കഴിഞ്ഞോ? ആദര മിസ്സാണ് എടുക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ടോപ്പിക് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് വായിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.